ഒരു സോളാർ ഇൻവെർട്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1500 രൂപയ്ക്കകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു സോളാർ ഇൻവെർട്ടറാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പ്ലൈവുഡിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ അത് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്യുന്നതിനായിട്ടൊക്കെ എല്ലാത്തിനും അതിൻ്റേതായ ആ ഒരു അളവിന് നമ്മൾ ഹോൾസ് എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ സോളാർ പാനലിൽ കണക്ട് ചെയ്യുന്നതിന് 2 ബനാന സോക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ഇൻവെർട്ടറും നമുക്ക് KSEB നേരിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മളത് ബൈപ്പാസ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഒരു 2 വേ സ്വിച്ചാണ്. രണ്ടാമത് നമ്മളൊരു വോൾട്ട് മീറ്റർ, ആംബിയറും വോൾട്ടും, ഇപ്പം ചാർജിങ് ആംബിയറും അറിയുന്നതിനും വോൾട്ടും അറിയുന്നതിന്, ബാറ്ററിയുടെ വോൾട്ടും അറിയുന്നതിനായിട്ട് ഒരു വോൾട്ട് ആൻഡ് ആംബിയർ മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിർബന്ധമില്ല, ഇത് വേണമെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതുകൂടാതെ നമുക്ക് AC ഇൻ ഔട്ട് എടുക്കുന്നതിനായിട്ട് നമ്മളൊരു പ്ലഗ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഴയ UPS വരുന്നൊരു സോക്കറ്റാണ്. അപ്പോൾ പഴയ സാധനങ്ങളാണ് ഇതൊക്കെ. രണ്ടാമത് നമ്മൾ പവർ സപ്ലൈ ഇൻപുട്ട് കൊടുക്കുന്ന AC ഇന്ന് കൊടുക്കുന്നതിനായിട്ട് നമ്മളൊരു കണക്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോക്കറ്റ് നമ്മൾ SMPS വരുന്ന ഒരു സോക്കറ്റാണ്, പഴയതാണിത്. അപ്പോൾ അതുകൂടാതെ DC ഔട്ട് എടുക്കുന്നതിനായിട്ട് 2 സോക്കറ്റ് എടുത്തിട്ടുണ്ട്. DC സോക്കറ്റാണിത്. രണ്ടാമത് അത് കഴിഞ്ഞിട്ട് നമ്മൾ LED ബൾബ് കൊടുക്കുന്നതിനായിട്ട് LED ബൾബിൻ്റെ ഹോൾഡർ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ AC ഓൺ ഓഫ് ആക്കുന്നതിനും DC ഓൺ ഓഫ് ആക്കുന്നതിനും 2 ഓൺ ഓഫ് സ്വിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ബോർഡ് എന്ന് പറയുന്നത്, മദർ ബോർഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഇൻവെർട്ടർ ബോർഡ്. 45 വാട്ട്സിൻ്റെ ഇൻവെർട്ടർ ബോർഡാണ്. അപ്പോൾ ഇതിൽ DC ഇൻപുട്ടും നമുക്ക് DC ഔട്ട്പുട്ടും കിട്ടും. നമുക്ക് സോളാർ പാനലും കൊടുക്കുന്നതിനായിട്ടുള്ള 2 സോക്കറ്റാണ്. ഇതിൽ ഒരെണ്ണം നമുക്ക് സോളാർ പാനൽ ചാർജ് ചെയ്യാൻ കൊടുക്കുന്നതിനും, രണ്ടാമത്തേത് നമുക്ക് DC ഔട്ടും എടുക്കുന്നതിനായിട്ടാണ് ഈ 2 സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്വിച്ച് കൊടുക്കുന്നതിനാണ്, ഇത് നമ്മൾ AC സ്വിച്ച് കൊടുക്കുന്നതിനായിട്ടാണ്. AC ഓൺ ആവണമെങ്കിൽ നമുക്കിതിൽ ഈ ഒരു സ്വിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഷോർട്ടാക്കി ആണ് വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊരു സ്വിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു 3 വയറുണ്ട്. ഈ 3 വയറിൽ നമുക്ക് ഇത് 2 എണ്ണം നമ്മൾ ഇൻവെർട്ടർ ലൈനാണ്, അതായത് നമ്മൾ ഇൻവെർട്ടർ ലൈനിലാണ്. ഈ ന്യൂട്രൽ, ഈ ബ്ലാക്ക് വയർ കോമൺ ആണ്. നമുക്ക് AC ഇൻപുട്ട് കൊടുക്കുന്നതിന് നമുക്ക് ഈ ഒരു ബ്ലാക്ക് വയറാണ് എടുക്കുന്നത്. നമുക്ക് ഇൻവെർട്ടർ ലൈൻ AC ഔട്ട്പുട്ട് എടുക്കുന്നതിന് നമുക്ക് ഈ ഒരു ബ്ലാക്ക് വയർ ന്യൂട്രലായിട്ട് എടുക്കാം, കോമൺ ആണിത്. അപ്പോൾ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്ന ഇൻവെർട്ടറിൻ്റെ ഔട്ട് എടുക്കേണ്ട വയർ. ഈ ഒരു റെഡ് വയർ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ് ഇൻവെർട്ടറിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. 45 വാട്ട്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 LED നമ്മളിത് അഴിച്ചെടുക്കും. അപ്പോൾ അഴിച്ചെടുത്ത് നമ്മൾ ഈ ഒരു ബോക്സിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ DC 2 കണക്ടർ നമ്മൾ അഴിച്ചെടുക്കും. ഈ നമുക്ക് സോളാർ പാനൽ കൊടുക്കുന്നതിനും DC ഔട്ട് എടുക്കുന്നതിനും നമ്മൾ ഈ 2 കണക്ടറും നമ്മൾ അഴിച്ചെടുക്കും. ഇതിൽ കൊടുക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ 10 ആംപിയർ, നമുക്ക് ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് 10 ആംപിയറിൻ്റെ. ഇത് പഴയ ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുതിയ ബാറ്ററി തന്നെ വാങ്ങിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പുതിയതായിരിക്കും കുറച്ചുകൂടി ബാക്കപ്പ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് 20 ആംപിയറിൻ്റെ BMS ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, 3Sൻ്റെയാണ്. അപ്പം ഈ ബാറ്ററി പാക്കൊക്കെ ചെയ്യണത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ 10 ആംപിയറാണ്, 12.6 വോൾട്ടാണ്. നമുക്ക് ഈ ഒരു ബോർഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ചാർജറും കൂടി വരുന്നുണ്ട്. 13 വോൾട്ടാണ് നമുക്ക് ഇതിൻ്റെ ചാർജിങ് വോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൽ ഈ ഒരു ബാറ്ററി നമുക്ക് ഈ ഒരു എന്ന് പറഞ്ഞ വോൾട്ടിൽ കൊടുത്ത് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെ ഞാനിതിൻ്റെ കൂട്ടത്തിൽ കൂടെ പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബാറ്ററി നമുക്ക് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് 7Ah UPS ബാറ്ററിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ബോർഡിൽ ഈ ഒരു ബാറ്ററിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബാറ്ററി നമുക്ക് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. 13 വോൾട്ട് ചാർജിങ് വോൾട്ടായിട്ട് വരുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് കൊടുത്ത് ഉപയോഗിക്കാം, ഇതും വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് ഉപയോഗിക്കാം. അത്യാവശ്യം ബാക്കപ്പ് കിട്ടുന്ന ഒരു ബാറ്ററി തന്നെയാണ്. 7Ah 7Ah ബാറ്ററിയാണ്, 12 വോൾട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിന് ഉള്ളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ കണക്ഷനൊക്കെ നമ്മൾ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. റെഡും ബ്ലാക്ക് വയറാണ് നമ്മൾ ബാറ്ററിയിലേക്ക് നേരിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ LED ബൾബ് നമ്മൾ അഴിച്ചിട്ട് നമ്മൾ വയർ സോൾഡർ ചെയ്തിട്ട് നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ LED ബൾബ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടായിട്ട് LED ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോളാർ പാനലിൽ കൊടുക്കേണ്ട വയറാണ് ഇത്. സോളാർ പാനലിൽ കൊടുക്കേണ്ട വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കണക്ടർ ഇവിടെ നമ്മൾ DC കണക്ടറുകൾ ഉണ്ടായിരുന്നു. ആ കണക്ടറുകൾ എടുത്തിട്ടാണ് നമ്മളിവിടെ വയർ സോൾഡർ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ DC ഔട്ടാണ്. അപ്പോൾ DC ഔട്ട് നമ്മൾ സോൾഡർ ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാം, എങ്ങനെയാണെന്ന് കാണിക്കാം. വയറാണ് സോൾഡർ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 പോയിന്റിൽ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ സോളാർ പാനലിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബനാന സോക്കറ്റിലാണ് നമ്മൾ സോളാർ പാനലിൻ്റെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ DC ഔട്ടിൻ്റെ സ്വിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. DC ഔട്ട് ഈ വയറാണ് നമുക്ക് DCയുടെ പോസിറ്റീവ് വരുന്നത്. DCയുടെ പോസിറ്റീവ് നമ്മൾ ഈ ഒരു സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ലെഗിൽ നിന്ന് നമ്മൾ DC കണക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 12 വോൾട്ട് DC ഔട്ട് എടുക്കാൻ വേണ്ടി 2 കണക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ താഴെയുള്ള കണക്ടറിൽ നമ്മൾ ആ DC ഔട്ടിൻ്റെ വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 വയർ നെഗറ്റീവും പോസിറ്റീവും ഇവിടെ വന്ന് കൊടുത്തിട്ട് നമ്മൾ നേരെ സ്വിച്ചിലോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ആ DC കണക്ഷൻ അതാണ്. അപ്പോൾ ഞാനിത് കാണിക്കാത്തത് നമ്മളെ വീഡിയോ ലെങ്ത് കൂടുതലായി പോകും, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മളത് സോൾഡർ ചെയ്യുന്നത് കണക്ഷൻ കൊടുക്കുന്നതെല്ലാം കാണിക്കുന്നതാണ്. ആദ്യം നമ്മൾ ഈ പ്ലഗ് സോക്കറ്റിൻ്റെ ഫേസ് വയർ എടുത്ത് നമ്മൾ ഈ ഒരു പ്ലഗ് ടോപ്പ് നമ്മൾ 2-വേ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ സോൾഡർ ചെയ്ത് കൊടുക്കണം. സോക്കറ്റിൻ്റെ പോസിറ്റീവിൽ നമ്മളൊരു വയർ സോൾഡർ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2-വേ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ആ ഒരു ലെഗിൽ നമ്മൾ ആ വയർ സോൾഡർ ചെയ്യണം. അപ്പോൾ ഈ സ്വിച്ചിൽ നമുക്ക് കണക്ടറൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ സോൾഡർ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫേസ് വയർ നമ്മൾ 2-വേ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് സോൾഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഏതെങ്കിലും ഒരു ലെഗിൽ നിന്ന്, ഇപ്പോൾ ഇതിൽ ഏത് ലെഗ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ലെഗിൽ നിന്ന് നമ്മളെ ഇൻവെർട്ടർ ലൈന്, ഇതാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ ലൈൻ വയർ. അപ്പോൾ ആ ഒരു വയർ നമ്മൾ ഈ മുകൾ ഭാഗത്തേക്ക് സോൾഡർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കണക്ടറിട്ട് കൊടുക്കണമായിരിക്കും കൂടുതൽ നല്ലത്. കാര്യം ഈ സോൾഡറിങ് ഇളകി പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഷോർട്ടാവും. അപ്പോൾ കണക്ടറിട്ട് കൊടുക്കുക, സ്ലീവ് ഇട്ട് ഹീറ്റ് ചെയ്തെടുക്കുകയും ചെയ്താലും മതി. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഒരു വയർ, അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ബോർഡിൻ്റെ AC ഔട്ട് വരുന്ന ഒരു വയർ നമ്മൾ ഈ ഒരു ലെഗിൽ ഒട്ടിച്ചു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഈ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഫേസ് വയർ നമുക്കിതിലേക്ക് പോകും. അപ്പോൾ അടുത്ത ഫേസ് വയർ നമ്മൾ നേരിട്ട് നമ്മൾ മെയിൻസിലേക്ക് കൊടുക്കുകയാണ്. KICB നിന്ന് വരുന്ന വയറിലേക്ക് കൊടുക്കുക. കാര്യം അപ്പോഴേ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ബൈപ്പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈപ്പാസ് ചെയ്യാം. അപ്പോൾ ഫേസ് നേരിട്ട് കയറിപ്പോകും. അപ്പോൾ ന്യൂട്രൽ വയർ കോമൺ ആയിട്ടാണ് എടുക്കുന്നത്.
അപ്പോൾ ഈ 2 വയർ നമ്മൾ ന്യൂട്രൽ ബേസ് നമ്മൾ നേരിട്ട് അതിലിപ്പം സോൾഡർ ചെയ്യാണ്. ഇതിനകമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെറിയ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കണതാണ്. പോസിറ്റീവ് വയർ നമുക്ക് ഈ താഴ്ഭാഗത്തായിട്ടാണ് പറഞ്ഞത്, ഈ ഒരു കണക്ടറിൻ്റെ പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോവാതെ ചെയ്യണം, എങ്കിലേ ബൈപ്പാസ് ചെയ്യുമ്പോഴത്തേക്കും ശരിയാവും. അപ്പോൾ ഇനി ഇതിൽ നിന്നൊരു ന്യൂട്രൽ വയർ നമുക്ക് നമ്മൾ ഈ ഒരു സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്യണം. ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് വയർ നമുക്ക് ഈ ലെഗിലും കൊടുക്കണം, നമ്മൾ 2 വേ സ്വിച്ചിലും കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ 2 വേ സ്വിച്ചിൽ കൊടുക്കുന്നതിനായിട്ടാണ് ഈ ഒരു വയർ സോൾഡർ ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈപ്പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വയറെല്ലാം നല്ല രീതിയിൽ ടാപ്പ് അടിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ സ്ലീവ് ഇട്ട് നമുക്ക് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വയർ ഒരു രീതിയിലും ഇളകി ഈ ബോർഡിലൊന്നും വന്ന് ടച്ച് ചെയ്യില്ല. കാര്യം ഇതൊക്കെ ഡയറക്റ്റ് കറണ്ടാണ് കയറി പോണത്. അപ്പോൾ അതോട് സൂക്ഷിച്ചൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ബൈപ്പാസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ നെഗറ്റീവ് വയർ, ന്യൂട്രൽ വയറും കൂടെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ന്യൂട്രൽ വയറും കൂടെ നമുക്ക് സോൾഡർ ചെയ്തെടുക്കണം. വയറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയർ ഒതുക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ബേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എർത്ത് നമ്മളിതിൽ കൊടുക്കണില്ല, എർത്തിൻ്റെ ആവശ്യം ഇത് ഈ ഒരു ബോർഡിൽ വരണില്ല. എർത്ത് വേണമെങ്കിൽ കൊടുക്കാം, എർത്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ നമുക്ക് എർത്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എർത്ത് കൊടുക്കുന്നില്ല. അപ്പം ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബൈപ്പാസ് ചെയ്തെടുത്തിട്ടുണ്ട്. AC-യുടെ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്, ന്യൂട്രൽ വയർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻവെർട്ടർ ബോർഡിലേക്ക് AC ഇന്ന് കൊടുക്കാനുള്ള വയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വോൾട്ട് മീറ്ററും ബാറ്ററി കണക്ഷനും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ വോൾട്ട് മീറ്റർ നമുക്ക് 2 രീതിയിൽ കൊടുക്കാൻ പറ്റും. ഡിസ്ചാർജിങ് ആംബിയർ വേണമെങ്കിലും കാണിക്കാൻ പറ്റും, ചാർജിങ് ആംബിയർ വേണമെങ്കിലും കാണിക്കാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വയർ നമ്മളെ ഈ ഒരു ബ്ലാക്ക് റെഡും ഈ 2 വയർ മാറ്റി കൊടുക്കുന്നതനുസരിച്ചായിരിക്കും ഡിസ്ചാർജിങ് ആംബിയറും ചാർജിങ് ആംബിയറും കാണിക്കുന്നത്. അപ്പോൾ കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു റെഡ് വയറും ഈ ഒരു യെല്ലോ വയറും ഒരുമിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ വോൾട്ടും അറിയാൻ പറ്റും. റെഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ മീറ്റർ ഓണും ആവും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് വയർ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വയർ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു സ്ലീവ് ഇട്ട് ഹീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ടാപ്പ് ഒട്ടിച്ചെടുത്താലും മതി. ഇൻസുലേഷൻ ടാപ്പ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. പോസിറ്റീവ് ലൈന് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് വയർ, അപ്പോൾ നമ്മൾ ഈ ബോർഡിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഭാഗം തന്നെ നമുക്കിങ്ങനെ കൊടുക്കാം. നെഗറ്റീവ് വയർ നമ്മളിതിലേക്ക് സോൾഡർ ചെയ്യുകയാണ്. ഇത് ബാറ്ററിയുടെ പോസിറ്റീവാണ്. നമുക്ക് ഇത് ബാറ്ററിയുടെ നെഗറ്റീവായിട്ടാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ സ്ക്രൂ ഒന്നും ചെയ്യുന്നില്ല ബാറ്ററിയിലേക്ക്. ബാറ്ററി ഞാൻ തൽക്കാലം ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചാണ് നമുക്ക് ഇതിൽ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ സ്ക്രൂ ഒക്കെ വെച്ച് വേണം ചെയ്യാൻ. കാണിച്ചത് തന്നെ നമുക്ക് ഇതിൽ മാസ്കിൻ ടൈപ്പും കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി. 10 ആമ്പിയറാണ്, പഴയ ബാറ്ററിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ പുതിയ ബാറ്ററി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവും കൂടി നമുക്കിതിൽ സോൾഡർ ചെയ്ത് എടുക്കണം. അപ്പോൾ 3 കൂടി ഒരുമിച്ചാണ് നമുക്കിപ്പോൾ ഇതിൽ കൊടുക്കുന്നത്. നമ്മൾ ടാപ്പ് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ബാറ്ററിയിൽ നെഗറ്റീവ് കൊടുക്കണം. വോൾട്ട് മീറ്റർ ഓൺ ആയിട്ടുണ്ട്. 11.8 വോൾട്ട് ഇതാ ഇവിടെ കാണിക്കും. വോൾട്ട് മീറ്റർ ഓൺ ആയിട്ട്. അപ്പോൾ ഇൻവെർട്ടർ ഓൺ ആയിട്ടില്ല. ഇൻവെർട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, AC ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ കൊടുക്കാം. ബാറ്ററിയുടെ നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം നമ്മൾ വോൾട്ട് മീറ്റർ ഓൺ ആയിട്ടുണ്ട്. 11.8 വോൾട്ട് ഉണ്ട്. അപ്പോൾ ആംബിയർ നമുക്ക് ഡിസ്ചാർജിങ് ആംബിയറാണോ ചാർജിങ് ആംബിയറാണോ നമുക്ക് നോക്കാം. ഈ ഒരു കണക്ടറാണ് നമ്മളതിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് AC സ്വിച്ചിൽ നമുക്ക് ഈ ഒരു 2 വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു സ്വിച്ചിലാണ് നമ്മൾ ആ AC ഓൺ ഓഫ് കൊടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്റ്റിട്ട് ചെയ്യുന്നത് തന്നെയാണ് കൂടുതൽ നല്ലത്. കാര്യം ഈ സോൾഡറിങ് ഏതെങ്കിലും രീതിയിൽ ഇളകി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഷോർട്ടാവും. അപ്പോൾ അതുകൊണ്ട് കണക്റ്റ് ഇടുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ AC-യുടെ ആ ഒരു സ്വിച്ചിൻ്റെ വയറും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഫുൾ കണക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ AC-യുടെ സ്വിച്ച് നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇൻവെർട്ടറിൻ്റെ ലൈന് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇൻവെർട്ടറിൻ്റെ ഗ്രീൻ LED ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ DC AC ഓക്കെയാണ്. നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ വയറൊക്കെ അത്യാവശ്യം കറക്റ്റിനല്ല കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കാര്യം നമ്മളതൊക്കെ ഒതുക്കി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണിത്. ഏകദേശം ഒരു 1500 രൂപയ്ക്ക് അകത്ത് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും.